നമസ്കാരം, യൂണിക് സെക്യൂരിറ്റി സിസ്റ്റംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ദഹുവ എന്ന ബ്രാൻഡിൻ്റെ ഒരു 16 ചാനൽ NVR ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ന് NVRൻ്റെ ഒരു സെറ്റപ്പും IP ക്യാമറയുടെ കോൺഫിഗറേഷനും മനസ്സിലാക്കാൻ പോകുന്നത്. സാധാരണ DVRൽ വരുന്ന അതേ സെറ്റിങ്സ് തന്നെയാണ് NVRലും വരുന്നത്. IP ക്യാമറ ആഡ് ചെയ്യുക എന്നുള്ള ഒരു സെറ്റിങ്സ് മാത്രമാണ് NVRൽ അഡീഷണൽ ആയിട്ട് വരുന്നത്. നമ്മൾ സാധാരണ DVR ഓപ്പണായി വരുമ്പോൾ കാണുന്നത് പോലെ ഒരു ഹോം പേജാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അവിടെ നമ്മൾ റീജിയൻ സെലക്ട് ചെയ്യുക, ഡേറ്റും ടൈമും സെലക്ട് ചെയ്യുക. ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ റൈറ്റ് ടൈം സോൺ എന്ന് പറയുന്നത് UTC 5:30 ആണ് നമുക്ക് കറക്റ്റായിട്ട് ചൂസ് ചെയ്യാൻ കഴിയുക. ഇപ്പോൾ വരുന്ന NVRൽ ദഹുവ ഒരു ഡിക്ലറേഷനും കൂടെ ചോദിക്കുന്നുണ്ട്. ഡിക്ലറേഷൻ ടിക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ആ നെക്സ്റ്റ് വിൻഡോയിലോട്ട് പോകാൻ കഴിയത്തുള്ളൂ. ഇവിടെ സാധാരണ DVRൽ കൊടുക്കുന്നത് പോലെ തന്നെ പുതിയ NVR നമ്മൾ തന്നെയാണ് പാസ്വേഡ് അസൈൻ ചെയ്ത് കൊടുക്കേണ്ടത്. പാസ്വേഡ് ഞാനിപ്പോൾ ട്രെയിനിങ് പർപ്പസിന് വേണ്ടിയിട്ട് ഒരു ഡെമ്മി പാസ്വേഡാണ് കൊടുക്കുന്നത്. പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ സ്മാൾ ലെറ്റർ, ക്യാപിറ്റൽ ലെറ്റർ, സ്പെഷ്യൽ ക്യാരക്ടർ, ലെറ്റേഴ്സ് ഉണ്ടെങ്കിൽ പാസ്വേഡ് സ്ട്രോങ് ആക്കി കൊടുക്കാവുന്നതാണ്. 8 മുതൽ 16 ക്യാരക്ടറാണ് നമുക്കിതിനകത്ത് കൊടുക്കാൻ കഴിയുക. പാറ്റേൺ ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാറ്റേൺ ലോക്ക് കൊടുക്കാൻ കഴിയില്ല. ഇവിടെ എനേബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് പാറ്റേൺ ലോക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു പാറ്റേണും കൂടെ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ മൗസ് ഉപയോഗിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ പാറ്റേൺ ചെയ്യുന്നത് എളുപ്പമായിരിക്കും. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. മെയിൽ ID സാധാരണ എല്ലാവരും വെറുതെ ഡമ്മി മെയിൽ ID കൊടുത്താണ് സെറ്റ് ചെയ്യുന്നത്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഈ മെയിൽ ID കൊടുക്കുന്നതുകൊണ്ടുള്ള ഗുണം, നമുക്ക് NVRൻ്റെ പാസ്വേഡ് മറന്നു പോയാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് NVRൻ്റെ പാസ്വേഡ് റിക്കവർ ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് മെയിൽ ID യൂസ് ചെയ്യുന്ന മെയിൽ ID തന്നെ കൊടുക്കുക. അപ്പോൾ ഇവിടെ ഞാൻ മെയിൽ ID കറക്റ്റായി കൊടുത്തത് കൊണ്ട് തന്നെ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ഡിസേബിൾ ചെയ്തു. അതിനുശേഷം വന്നിരിക്കുന്നത് NVRൻ്റെ നെറ്റ്വർക്ക് പേജിലാണ്. DHCP എനേബിൾ ചെയ്തു. സാധാരണ നമ്മൾ DVRൽ ചെയ്യുന്ന അതേ മെത്തേഡ് തന്നെയാണ്. അപ്പോൾ DHCP എനേബിൾ ചെയ്തപ്പോഴത്തേക്കും ഓട്ടോമാറ്റിക് അത് കോൺഫിഗറേഷനായി. NVR ഇവിടെ ഓൺലൈനായി, അതായത് മൊബൈൽ കോൺഫിഗറേഷൻ ചെയ്യുന്ന അതേ പ്രൊസീജിയർ DVRൽ. ഇനി നെക്സ്റ്റ് വരുന്ന വിൻഡോ IP ക്യാമറയുടെ ഒരു സെഷനാണ്. ഇത് മാത്രമാണ് നമുക്ക് NVRൽ അഡീഷണൽ ആയിട്ട് വരുന്നത്. അപ്പോൾ അതിൽ കണക്ട് ചെയ്തിട്ടുള്ള എല്ലാ ക്യാമറയുടെയും IP അഡ്രസ്സ് അവിടെ പ്രസൻ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം നെക്സ്റ്റ് പറഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഹാർഡ് ഡിസ്കിൻ്റെ ഒരു പേജാണ് വരുന്നത്. ഹാർഡ് ഡിസ്ക് വർക്കിംഗ് ആണ്, അതിൻ്റെ സ്റ്റാറ്റസ് കാണിക്കുന്നുണ്ട്, അതിൻ്റെ സ്റ്റോറേജ് സ്പേസ് ഒക്കെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ വളരെ ചെറിയ രീതിയിൽ മാത്രമാണ് സ്റ്റാർട്ടപ്പ് മെനു കൊടുത്തിട്ടുള്ളത്. സാധാരണ DVRൽ ഒത്തിരി സെറ്റിങ്സാണ് സ്റ്റാർട്ടപ്പിൽ വരുന്നത്. ഇനി നമുക്ക് IP ക്യാമറ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നതെന്ന് നോക്കാം. കോൺഫിഗറേഷനിലോട്ട് പോകാം, മെനു എടുക്കുക, അതിനകത്ത് ക്യാമറ സെറ്റിങ്സിൽ പോവുക. അപ്പോൾ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന ക്യാമറ പുതിയതാണെങ്കിൽ എല്ലാ ക്യാമറയും ഒരുപക്ഷെ ഒരേ IP അഡ്രസ്സ് ആയിരിക്കും, അല്ലെങ്കിൽ വ്യത്യസ്തമായ IP അഡ്രസ്സ് ആയിരിക്കും. അപ്പോൾ നമുക്ക് വേണ്ട IP അഡ്രസ്സ് ഏതാണെന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം ഇപ്പോൾ ക്യാമറ നമുക്ക് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഒരു സ്ക്വയർ ബോക്സ് ഉണ്ട്, അവിടെ ടിക്ക് ചെയ്യുക. അപ്പോൾ എന്താ എറർ മാർക്ക് കാണിച്ചിരിക്കുന്നത്? ഇനിഷ്യലൈസ് ചെയ്യാനാണ് പറയുന്നത്. ഇനിഷ്യലൈസ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ക്യാമറ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഇനിഷ്യലൈസ് കൊടുക്കുന്നതിന് മുന്നേ ഒന്നുകൂടെ എഡിറ്റ് ഓപ്ഷൻ കൊടുത്തു. അപ്പോൾ വീണ്ടും പറയുന്നത് ഇനിഷ്യലൈസ് ചെയ്യുക. അപ്പോൾ ഇനിഷ്യലൈസേഷനാണ് ഫസ്റ്റ് സെറ്റിങ്സ്. അവിടെ യൂസ് ലോക്കൽ പാസ്വേഡ് ആൻഡ് മെയിൽ ID. അപ്പം അവിടെ അത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ NVRൽ കൊടുക്കുന്ന അതേ പാസ്വേഡ് ആയിരിക്കും ക്യാമറയിലും വരുന്നത്. അതുകൊണ്ടാണ് യൂസ് ലോക്കൽ പാസ്വേഡ് ആൻഡ് ഇമെയിൽ ID എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ ഗേറ്റ്വേയും സബ്നെറ്റ് മാസ്കും IP അഡ്രസ്സൊക്കെ കറക്റ്റായി കൊടുത്തു. സേവ് പറഞ്ഞു, നെക്സ്റ്റാണ് പറഞ്ഞത്. അപ്പോഴത്തേക്കും കണ്ടോ മെസ്സേജ് വന്നു, IP അഡ്രസ്സ് ചേഞ്ച് ആയി. ഇത് വളരെ എളുപ്പമാണ്. നമുക്ക് IP ക്യാമറ കോൺഫിഗർ ചെയ്യാം. എന്നിട്ട് നമുക്കൊന്ന് സെർച്ച് ഡിവൈസ് കൊടുക്കാം. അപ്പോൾ NVR ഒന്ന് റീഫ്രഷ് ആകും. അപ്പോൾ നമ്മൾ കൊടുത്ത IP അവിടെ വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. ചേഞ്ച് ചെയ്ത IP കണ്ടോ, ഞാൻ എഡിറ്റ് ചെയ്ത IP അവിടെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വീണ്ടും ഒരു IP അഡ്രസ്സ് കൂടെ എഡിറ്റ് ചെയ്യുകയാണ്. സെയിം പ്രൊസീജിയറാണ്. നെക്സ്റ്റ് അന്ന് തന്നെ IP അഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കൊടുക്കുവാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും സിമ്പിളാണ്. ഇപ്പോൾ വരുന്ന NVRലെ എല്ലാ മോഡലിലും നമുക്ക് NVRൽ നിന്നുകൊണ്ട് തന്നെ
IP അഡ്രസ്സ് ചേഞ്ച് ചെയ്യാവുന്നതാണ്. തുടക്ക കാലഘട്ടങ്ങളിൽ ലാപ്ടോപ്പ് ഉപയോഗിച്ച് മാത്രമേ നമുക്ക് IP ചേഞ്ച് ചെയ്യാൻ കഴിയത്തുള്ളായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒത്തിരി യൂസർ ഫ്രണ്ട്ലി ആയിട്ടുണ്ട്. നെക്സ്റ്റ് കൊടുത്തു. അപ്പം എഗെയിൻ ഇപ്പോൾ നമുക്കൊരു മെസ്സേജ് ഇവിടെ കാണാൻ കഴിയും. മോഡിഫൈഡ് IP മോഡിഫൈഡ് എന്നൊരു കൺഫർമേഷൻ മെസ്സേജ് വന്നു. അപ്പോൾ കണ്ടോ, ഇത്ര എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം. എപ്പോഴും നമ്മളൊന്ന് സെർച്ച് ചെയ്യുക, എങ്കിൽ മാത്രമേ നമ്മൾ ചെയ്ത IP അവിടെ ആഡ് ആയിട്ടുണ്ടോ ഇല്ലേ നമുക്ക് ചെക്ക് ചെയ്യാൻ കഴിയത്തുള്ളൂ. അതിനുശേഷം നമ്മൾ ആ ഒരു സ്ക്രോളിംഗ് ബാറ് നമുക്ക് റൈറ്റ് സൈഡിലോട്ട് നമ്മൾ മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാമറയുടെ മോഡൽ നമ്പറും ഡീറ്റെയിൽസും കാര്യങ്ങളും കുറച്ചുകൂടെ കാണാൻ കഴിയും. നമുക്കൊരു ക്യാമറ ആഡ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ IP ചേഞ്ച് ചെയ്ത ക്യാമറ ഒരെണ്ണം സെലക്ട് ചെയ്യുക, ആഡ് പറയുക. ആ ഇൻഡിക്കേഷൻ കണ്ടോ, സ്റ്റാറ്റസ് ഗ്രീൻ കളറിലാകുമ്പോഴത്തേക്കും സ്ക്രീനിൽ വിഷ്വൽസ് വരേണ്ടതാണ്. അപ്പോൾ അത് വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ആഡ് ചെയ്ത ക്യാമറ വന്നു. IP ക്യാമറയുടെ കോൺഫിഗറേഷൻ എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു.